കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന സീരിയലിൽ അങ്ങനത്തെ ഒരു ഫീല് മാത്രമേ എനിക്ക് സിനിമയിൽ ഉടനീളം കഴിഞ്ഞുള്ളൂ. പിന്നെ സിനിമയിൽ ഒരിടത്തും ഒരു ഹൈ മൊമെന്റ്സ് കിട്ടിയതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല. ഒന്നും എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ ഇപ്പൊ നമ്മൾ രാജമൗലിയുടെ സിനിമ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയൊരു ഗ്രാൻഡ് ബഡ്ജറ്റിൽ വലിയൊരു ലാവിഷ് ആയിട്ടുള്ള സെറ്റുകളിൽ കാണുന്ന അങ്ങനത്തെ ഒന്നുമില്ല. വെറും പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിട്ട് എനിക്ക് തോന്നിയില്ല. രശ്മിക എനിക്ക് എടുത്തു പറയേണ്ടത് വെച്ചാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇത്രയും ഹെഡ്രഡ് കിട്ടുന്ന ഒരു താരം ഇന്ത്യയിൽ ഈ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരിനെ പല പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു, പല രീതിയിലും വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇന്നലെ തന്നെ ഞാനിവിടെ ഒരു മലയാളത്തിലെ ഒരു അവതാരിക പുള്ളിക്കാരത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു ഇത് ചെയ്തതിന് തന്നെ പുള്ളിക്കാരത്തി ഇത്ര ഇമോഷണലായി. തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പം ഛത്രപതി ശിവാജി, അദ്ദേഹത്തിന്റെ മകനായ സംഭാജി, അദ്ദേഹത്തിന്റെ ശിവാജിയുടെ മരണത്തിന് ശേഷം ഇദ്ദേഹം എങ്ങനെയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്, ഇദ്ദേഹത്തിന്റെ ലൈഫിലൂടെയാണ് സിനിമയുടെ കഥ മൊത്തം പോകുന്നത്. സിനിമ തുടങ്ങുന്നത് നമ്മുടെ അജയ് ദേവ്ഗണിന്റെ ഒരു വോയിസ് ഓവറിലൂടെയാണ്. എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ആ ഒരു നൂറ്റാണ്ടിലെ കാര്യങ്ങളും ഇതൊക്കെ കുറച്ച് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ചതിപ്രയോഗത്തിലൂടെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. ഇങ്ങനെ പുള്ളിയുടെ ഒരു ലൈഫിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിനിമ എനിക്കൊരു വിഷ്വൽ എക്സ്ട്രാവഗൻസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരിടത്ത് പോലും ഫീൽ ചെയ്തില്ല. ഇത് നമ്മൾ സാധാരണ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഒരു പഴയ ഡോക്യുമെന്ററി അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി അറിയാലോ. ഇങ്ങനത്തെ സിനിമകളാകുമ്പോഴത്തേക്കും ആളും പരിചയമുള്ള ഇങ്ങനത്തെ അറ്റാക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ ഉടനീളം കാണിക്കുന്നത്. പക്ഷെ അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്തത വന്നു എന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ സിനിമ കാണുന്നത് ഇത് തന്നെയാണ്. അപ്പം ഒരു വല്ലാത്ത ഒരേ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് അവരുടെ ആക്ഷൻ സീക്വൻസ്, അതായത് അവർ മുഗൾസ് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെങ്ങനെയാണ് ഓരോരോ, ഇപ്പം നമ്മൾ ഗറില്ല മോഡലിൽ നമ്മൾ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ വേറെ മോഡൽ, അങ്ങനെ 3-4 ടൈപ്പുകൾ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഗൂസ് ബംസ് കിട്ടേണ്ട ഒരു സാധനമായിരുന്നു. അതൊന്നും വന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ സിനിമ അവസാനിക്കുന്നതിൻ്റെ അവസാനത്തെ ഒരു 20-25 മിനിറ്റോളം ഒരു ഇമോഷണൽ ട്രാക്കിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം അതെന്ന് വെച്ചാൽ വേറൊരു തലത്തിലേക്കാണ് സിനിമ പിന്നെ പോകുന്നത്. അവസാനത്തെ പാട്ട് എഴുതുമ്പോൾ റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നതും BGM ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത് ഈ സിനിമയ്ക്കകത്ത്. റഹ്മാന്റെ BGM നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ ആദ്യ പകുതിയിൽ അത്രത്തോളം എനിക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും രണ്ടാം പകുതിയിൽ അദ്ദേഹത്തിന്റെ BGM നല്ല രീതിയിൽ സിനിമയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് വിക്കി കൗശാൽ, സംഭാജിയുടെ ക്യാരക്ടർ, പിന്നെ അതുപോലെ തന്നെ രശ്മിക മന്ദാന വരുന്നുണ്ട്. പുള്ളിക്കാരത്തി വലിയ നല്ല രീതിയിലുള്ള ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അക്ഷയ ഖന്ന, പിന്നെ അങ്ങനെ പക്ഷെ അത് എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയില്ല. കാരണം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ഗൂസ് ബംസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇപ്പം ട്രെയിലറിനകത്ത് ഒരു ഇതുണ്ടല്ലോ, സിംഹവുമായിട്ടുള്ള ഒരു ഫൈറ്റ്, അതൊക്കെ വെറും ആനിമേഷൻ ആണെന്ന് നമുക്ക് കാണുമ്പോൾ അത് ആനിമേറ്റഡ് ആയിട്ട് മാത്രമേ ചിത്രീകരിക്കാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാൽ പോലും അത് വളരെ ഡള്ളായിട്ട് പോയി. കുറെ മൊമെന്റുകളെല്ലാം വളരെ ഡള്ളായിട്ട് പോകുന്നതായിട്ടാണ് തോന്നിയത്. അങ്ങനെയല്ല ട്രെയിലറിൽ കാണിക്കുന്നത് തന്നെ, പക്ഷെ നമുക്ക് ആ ഒരു ഇത് കിട്ടിയില്ല, ഒരു ഇമോഷണൽ കണക്ട് പല ഭാഗത്തും കിട്ടിയില്ല. ഒരുപക്ഷെ അവസാനത്തെ ഒരു 20 മിനിറ്റിലേക്ക് വരുമ്പോൾ മാത്രമായിരിക്കും എനിക്ക് കുറെ കൂടെ അല്പമെങ്കിലും ഒക്കെ ശരി അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ്, അവസാന കാലഘട്ടത്തിന്റെ ആ ഒരു അവസാന നിമിഷങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ, അവസാന ദിവസങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞത്, അത് കുറെ അദ്ദേഹം എങ്ങനെയാണ് ടോർച്ചർ ചെയ്യപ്പെടുന്നത്, അതൊക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ആ പോർഷനൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഓവറോൾ സിനിമ പറയുമ്പോഴത്തേക്കും രശ്മിക മന്ദാനയൊക്കെ നോക്കുമ്പോഴത്തേക്കും അവരുടെ സ്വന്തം നാട്ടുകാരെ തന്നെ, കർണാടകക്കാരെ തന്നെ അവരുടെ പേഴ്സണൽ ലൈഫിന് ചുറ്റിപ്പറ്റി. നമുക്കറിയാം അവരുടെ രക്ഷി ഷെട്ടി അവരുമായിട്ട് കല്യാണം കഴിക്കേണ്ടതായിരുന്നു, പക്ഷെ അവർ എൻഗേജ്മെന്റിന് ശേഷം പോയി. അതിന്റെ പേരിൽ അവർ സൈബർ ബുള്ളിങ് ധാരാളം നീങ്ങി. അപ്പൊ അങ്ങനത്തെ പുഷ്പ എന്ന സിനിമയ്ക്ക് ശേഷവും അത്രത്തോളം ഹേറ്റഡ് അവർ അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറെ കൂടെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവർ ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്.